വ്ലോഗ്. അപ്പൊ ഗായ്സ്, നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് മിഡിൽ ഈസ്റ്റിലെ വൺ ഓഫ് ദി ലോങ്സ്റ്റ് ടണൽ ആണ്. ഇത് സൗദി ക്യാപിറ്റൽ സിറ്റിയായ റിയാദിലാണ് സ്ഥിതി ചെയ്യുന്നത്. അബൂബക്കർ അൽ സിദ്ദീഖ് ടണൽ എന്നാണ് ഇത് അറിയപ്പെടുന്നത്. കിങ് സൽമാൻ പാർക്ക് ടണൽ എന്നും ഇതിനെ അറിയപ്പെടുന്നു. ഈ തുരങ്കപാതയ്ക്ക് 2430 കിലോമീറ്റർ നീളമാണുള്ളത്. ഈ ഒരു തുരങ്കത്തിനകത്തൂടെ ഉള്ള യാത്ര സത്യം പറഞ്ഞ അടിപൊളിയാണ്. സൽമാനിയ വാസ്തുവിദ്യ ആണ് ഈ നിർമ്മാണത്തിന് ഉപയോഗിച്ചിരിക്കുന്നത്. ഇന്റീരിയർ ഡിസൈൻ റിയാദ് നഗരത്തിന്റെ പാറക്കെട്ടുകളും ഭൂമിശാസ്ത്ര ഘടനയും അനുകരിക്കുന്നതാണ്. ആധുനിക രൂപകൽപ്പനയും പ്രാദേശിക പരിസ്ഥിതിയുമായി ഇണങ്ങുന്ന നിറങ്ങളും സുസ്ഥിരതയുടെ ലക്ഷ്യങ്ങൾ നിറവേറ്റുന്ന വസ്തുക്കളുമാണ് തുരങ്കത്തിന്റെ സവിശേഷത. ഫുള്ളും ഈ ടണലിനകത്ത് ലൈറ്റ് അറേഞ്ച്മെന്റ് ആണുള്ളത്. ഞാൻ രണ്ടാമത്തെ തവണയാണ് ഇത്രയും വലിയ ടണലിൽ കൂടെ പോകുന്നത്. അതും വണ്ടികളൊക്കെ ചീറിപ്പാഞ്ഞാണ് പോകുന്നത് കേട്ടോ. ഞങ്ങൾ ഇന്ത്യൻ എംബസി വരെ ഒന്ന് പോയതാണ്. പോയിട്ട് തിരിച്ചു വരുന്ന വഴിയിലാണ് ഈ ഒരു തുരങ്കപാതയിലൂടെ ഞങ്ങൾക്ക് സഞ്ചരിക്കാൻ പറ്റിയത്. ഈ തുരങ്കത്തിൽ കയറിയത് മുതൽ ഇറങ്ങുന്നിടം വരെയുള്ള വീഡിയോ ഞങ്ങൾ ഫുള്ള് എടുത്തിട്ടുണ്ട്. പഴയ ടണലുകളെ ബന്ധിപ്പിച്ചിട്ടാണ് ഈ പുതിയ ടണൽ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് 2021 നിർമ്മാണം ആരംഭിച്ചത്. നമുക്ക് ഈ തുരങ്കപാതയിലെ കാഴ്ചകൾ കണ്ടു പോവാം. തിരിച്ച് ഇതേപോലെ റിട്ടേൺ വരാനുള്ള ടണൽ ഉണ്ടോന്ന് എനിക്കറിയില്ല. സൗദിയിലെ ഇപ്പോഴത്തെ ചൂടിൽ ഈ ടണലിൽ കൂടെ പോകുമ്പോൾ ഇത്തിരി ആശ്വാസമാണ് ഗൈസ്. ഈ ടണലിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ എത്ര AC ഇട്ടാന്ന് പറഞ്ഞാൽ ഭയങ്കര ചൂടാണ് ഗൈസ്. അങ്ങനെ വേണ്ട പുറത്തു നിന്നുള്ള വെട്ടം അകത്തോട്ടടിക്കുന്നത് കണ്ട് ഗൈസ്, നല്ല വെട്ടമാണ്. ഇനി പുറത്തിറങ്ങുമ്പോൾ എന്താണ് കാണാനുള്ളത് നമുക്ക് നോക്കാം. ഇപ്പം ഞങ്ങൾ രണ്ടാമത്തെ തവണയാണ് ഈ ടണലിൽ കൂടെ പോകുന്നത്. ആദ്യത്തെ തവണ പോയപ്പോൾ ഞങ്ങൾക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. നേരെ ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു ഈ ഒരു ടണൽ മിഡിൽ ഈസ്റ്റിലെ ലോങ്സ്റ്റ് ടണലാണെന്ന്. എന്തായാലും ആ ഒരു വിഷമം ഇപ്പം അങ്ങ് തീർത്തു. എന്തായാലും ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ടാറ്റാ, ബൈ ബൈ.